everyone, welcome to Kids Area Online. ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലേക്കുള്ള ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചെറിയ ഭാഗം വായിക്കുവാനായിട്ട് പഠിക്കുവാണ്. എല്ലാവരും റെഡിയാണല്ലോ? നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തോളൂ. അല്ല എങ്കിൽ എന്ത് ചെയ്യുക, ടീച്ചറിനോടൊപ്പം വായിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ച് പഠിക്കുക. റെഡിയാണല്ലോ? യെസ്. അതിനു മുൻപ് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കൂടി പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈനിൽ 2024-2025 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ക്ലാസ്സുകൾ വരുന്നത് പ്രീ KG, LKG, UKG ഈ 3 ക്ലാസ്സുകളുടെയും റെഗുലർ ക്ലാസ്, അതായത് സർട്ടിഫിക്കറ്റോട് കൂടിയ ക്ലാസ്സുകളാണ്. പ്രീ KG, LKG, UKG ലൈവ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സസും നൽകുന്നതാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 9746487799. ഇനി ട്യൂഷൻ്റെ കാര്യം പറയാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ഓൺലൈൻ ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലുമുള്ള ട്യൂഷൻ നൽകുന്നുണ്ട്. ഓൺലൈൻ ട്യൂഷനാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ടും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വിളിച്ചോ മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. മറ്റുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബ്രൂണോ ദ പപ്പി. പപ്പി എന്ന് പറഞ്ഞാൽ എന്താ? പപ്പി. ഡോഗിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഡോഗ്. ഡോഗ് ചെറുതായിരിക്കുമ്പോൾ, അതായത് ബേബി ഡോഗിനെ കണ്ടിട്ടുണ്ടോ? അതെ, ബേബി ഡോഗാണ് പപ്പി. പപ്പിയെ നിങ്ങൾ കണ്ടായിരുന്നോ? ഈ പപ്പി ഭയങ്കര നോട്ടിയാണ് കേട്ടോ, കുസൃതിയാണ്. ഈ പപ്പിയെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പപ്പി എന്ന് പറഞ്ഞാൽ നായ്ക്കുട്ടി. ഈ നായ്ക്കുട്ടിക്ക് ഒരു പേരുണ്ടേ. എന്താണെന്നറിയാവോ? ബ്രൂണോ. എന്താ? ബ്രൂണോ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രൂണോ ദ പപ്പി. ബ്രൂണോ ദ പപ്പി. വായിച്ചേ. BR ബ്രൂണോ. ബ്രൂണോ ദ പപ്പി. THE ദ എന്നും ദി എന്നും പറയും. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അറിയാവോ? അത് ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ദ എന്നാണോ ദി എന്നാണോ വായിക്കേണ്ടത്, അത് എപ്പോഴാണ് വായിക്കേണ്ടത് എന്നുള്ളത് ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. വായിച്ചേ. ബ്രൂണോ ദ പപ്പി. പപ്പി എന്ന് പറഞ്ഞാൽ എന്താ? നായ്ക്കുട്ടി. നായ്ക്കുട്ടിയുടെ പേരാണിത് ബ്രൂണോ. ബ്രൂണോ ദ പപ്പി. ഇത്രയും വായിക്കാനായിട്ട് അറിയാലോ? അറിയാം. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ദാ ഇവിടെ ബ്രൂണോയുടെ കണ്ടോ? ബ്രൂണോയുടെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. ഇതാരാണെന്ന് അറിയാവോ? സച്ചിൻ. ഈ ബ്രൂണോ ആരുടേതാ? സച്ചിൻ്റെതാ. ഇതാരാ? സച്ചിൻ. അവർ കളിക്കുകയാണല്ലേ. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? റെഡിയാണോ? ഓക്കെ. ഇതെന്താ ഇവിടെ എഴുതിയിട്ടുള്ള? ടീച്ചർ പറഞ്ഞു ബ്രൂണോ. ബ്രൂണോ എന്താ എഴുതിയിട്ടില്ലേ? ബ്രൂണോ. ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. ആ ബോൾ എടുത്തുകൊണ്ട് വരൂ. പോയി ബോൾ എടുത്തുകൊണ്ട് വരൂ. ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. GO ഗോ. GO കണ്ടാൽ എങ്ങനെ വായിക്കണം? ഗോ. AND ആൻഡ്. ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ വരുന്നതാണ് കേട്ടോ. ഗോ ആൻഡ്. TH എങ്ങനെ വായിക്കാൻ പറഞ്ഞു? ദ എന്നും ദി എന്നും വായിക്കും. ദ. ഗോ ആൻഡ് ഫെച്ച്. ഫെച്ച്. ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. ബോൾ. എന്താ പറഞ്ഞേ? ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. ബ്രൂണോ പോയി ബോൾ എടുത്തുകൊണ്ട് വരൂ. സച്ചിൻ. സച്ചിൻ കോൾഡ്. കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി. സച്ചിൻ വിളിച്ചു പറയുകയാണ്. സച്ചിൻ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞേ? ബ്രൂണോ പോയി ബോൾ എടുത്തുകൊണ്ട് വരൂ. സച്ചിൻ കോൾഡ് വിളിച്ചു കേട്ടോ. കോൾഡ് ഔട്ട് വിളിച്ചു. സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി. പപ്പിയോട് വിളിച്ചു പറഞ്ഞു. സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി. വായിച്ചേ. സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി. Bruno
റഷ്ഡ്. റഷ്ഡ് എന്ന് പറഞ്ഞാൽ പാഞ്ഞു പോവുക. ബോളിന് കൂടെ ഇങ്ങനെ പോകത്തില്ലേ, ബോളിന്റെ നേരെ പാഞ്ഞു പോകത്തില്ല, ഓടിപ്പോകത്തില്ല, അത് റഷ്ഡ്. ടുവേർഡ്സ് ദ ബോൾ. ബോളിന് നേരെ പാഞ്ഞു, ബോളിന് നേരെ ഓടി. ബോൾ എങ്ങോട്ടാണോ പോയത് അങ്ങോട്ടേക്ക് പാഞ്ഞു പോയി, അതാണ് പറയുന്നത്. ബ്രൂണോ റഷ്ഡ്. RUSH റഷ്. ED കൂടി ചേരുമ്പോൾ റഷ്ഡ്. ഇവിടെ CALL കോൾ, BALL ബോൾ, CALL കോൾ. ED കൂടി ചേരുമ്പോൾ കോൾഡ്. ഇവിടെ RUSH റഷ്. ED കൂടി ചേരുമ്പോൾ റഷ്ഡ്. റഷ്ഡ്. അപ്പോൾ ED ചേരുന്ന ഒത്തിരി വാക്കുകൾ നമുക്കിനി പഠിക്കാനുണ്ടാകും, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ്. ടുവേർഡ്സ്. TO ടു വായിച്ചല്ലോ, അതുപോലെ TO ടുവേർഡ്സ്. ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ് ദ ബോൾ. ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ് ദ ബോൾ. വായിച്ചേ, ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ് ദ ബോൾ. ബ്രൂണോ ബോളിന് നേരെ പാഞ്ഞു. ഹി HE എങ്ങനെ വായിക്കണം? ഹി came back. He came back. അവൻ തിരിച്ചു വന്നു. With the ball. അവൻ ബോളുമായി തിരിച്ചു വന്നു. He came back with the ball. വായിച്ചേ, he came back with the ball. He came back with the ball. സംശയമുണ്ടോ? ഇല്ലല്ലോ. HE എങ്ങനെ വായിക്കാൻ ടീച്ചർ പറഞ്ഞു? He WAGG wag. ED കൂടി ചേരുമ്പോൾ wagged. He wagged his tail. അവന്റെ വാൽ ആട്ടി. He wagged his tail. അവന്റെ വാൽ, tail എന്ന് പറഞ്ഞ വാലാണ്, TAIL tail. HIS his. HE he. സംശയമില്ലല്ലോ. എസ് വായിച്ചേ, ഹി വാഗ്ഡ് ഹിസ് ടെയിൽ. ഹിസ് നമ്മൾ ഇവിടെയും പഠിച്ചു, ഹിസ് HIS ഹിസ്. ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി. ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ് ദ ബോൾ. ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ. ഹി വാഗ്ഡ് ഹിസ് ടെയിൽ. അവന്റെ വാലാട്ടി. ഇത്രയും മനസ്സിലായല്ലോ. വെൽ ഡൺ ബ്രൂണോ. നന്നായി ചെയ്തു ബ്രൂണോ. വെൽ ഡൺ ബ്രൂണോ. വെൽ WELL DONE ഡൺ. വെൽ ഡൺ. വെൽ ഡൺ ബ്രൂണോ. എങ്ങനെയാ വായിക്കേണ്ടേ? വെൽ ഡൺ ബ്രൂണോ. YOU എന്ന് പറഞ്ഞാൽ യു ആണേ. YOU എങ്ങനെ വായിക്കണം? യു. UR ARE R. UR MY my. You are my. You are my best friend. You are my best friend. Well done Bruno. Bruno നന്നായിട്ട് ചെയ്തു. നീയാണ് എൻ്റെ നല്ല കൂട്ടുകാരൻ, എൻ്റെ ഉറ്റ ചങ്ങാതി നീയാണ്. You are my best friend. You are my best friend. Come, let's go. Go നമ്മൾ പഠിച്ചു. ദാ ഫസ്റ്റ് പഠിച്ചു. CAME came. COME come. ഇവിടെ came. CAME came. ഇവിടെ COME come. Come, let's go. വരൂ നമുക്ക് പോകാം. Come, let's. LET let. S കൂടി ചേരുമ്പോൾ let's. Come, let's go. Sachin hugged Bruno. HUGG hug. WAGG wag. ED കൂടി ചേർന്നപ്പോൾ wagged. HUGG hug. ED കൂടി ചേരുമ്പോൾ hugged. സച്ചിൻ hugged. Hugged എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിപ്പിടിക്കുക. നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കത്തില്ലേ സ്നേഹം കൊണ്ട്. ഇപ്പൊ നായ്ക്കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ബ്രൂണോ എന്ത് ചെയ്തു? ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, ചേർത്ത് പിടിച്ചു. സച്ചിൻ hugged Bruno. ബ്രൂണോയെ ചേർത്ത് പിടിച്ചു. വാഗ്ഡ് എന്ന് പറഞ്ഞ വാഗ്ഡ് ഹിസ് ടെയിൽ, വാൽ ആട്ടി. സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ. ബ്രൂണോയെ കെട്ടിപ്പിടിച്ചു, ചേർത്ത് പിടിച്ചു. അപ്പൊ ഇതുവരെ വായിക്കാൻ മനസ്സിലായോ? അപ്പൊ ടീച്ചർ ഒരിക്കൽ കൂടി വായിച്ചു പറഞ്ഞു തരാം. നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് വായിക്കണം. ടീച്ചർ പറഞ്ഞ വാക്കുകൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം കേട്ടോ.
YOU ആണ്, ARE ആണ്, GO ഗോ ആണ്, CAME കെയിം ആണ്, COME കം ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. ടീച്ചർ ഡിക്റ്റേഷൻ ഇടും. ഓക്കെ, നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം? കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ട്യൂഷനിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ടീച്ചർ ഒരിക്കൽ കൂടി വായിച്ചു തരാം. ബ്രൂണോ, go and fetch the ball. Sachin called out to his puppy. Bruno rushed towards the ball. He came back with the ball. He wagged his tail. Well done, Bruno. You are my best friend. Come, let's go. Sachin hugged Bruno. Okay? ഇപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ടീച്ചർ പറഞ്ഞത് മറക്കേണ്ട. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. PKG, LKG, UKG ക്ലാസ്സുകാർക്ക് സർട്ടിഫിക്കറ്റോട് കൂടിയ റെഗുലർ കോഴ്സാണ്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ, നല്ല ബെസ്റ്റ് ട്യൂഷനാണ്, മികച്ച ട്യൂഷനാണ്. നിങ്ങളുടെ കുട്ടികൾ മുന്നിലാകും എന്നതിന് സംശയമില്ല. അടിസ്ഥാനപര ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നൽകുന്നത്. ബേസിക് മുതലുള്ള ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ട് ജോയിൻ ചെയ്തോളൂ, നല്ലതുപോലെ പഠിച്ചോളൂ. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സ്ആപ്പിന്റെ ടീച്ചർ ആദ്യം പറഞ്ഞിട്ടുണ്ട്. Okay children, bye bye. Thank you.